ഹലോ, ഷെറിൻസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു പ്ലാന്റ് സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ് അല്ലെങ്കിൽ ഹോം പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് സെയിലിന് വെച്ചിട്ടുള്ളത്. ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള 6 വെറൈറ്റി ലീഫി പ്ലാന്റ്സ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലുള്ള 10 മണി സെയിൽ ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹോമലോമിന, ക്വീൻ ഓഫ് ഹാർട്ട്സ് എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്. അതിൻ്റെ ഇലകളുടെ ഷേപ്പ് കൊണ്ടായിരിക്കണം അതിനെ പേര് കിട്ടിയത്. ട്രോപ്പിക്കൽ ഹൗസ് ഹോൾഡിൽ വളരുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. നല്ല ചൂടുള്ള കണ്ടീഷൻസിലും ഇതിന് നന്നായിട്ട് വളരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഷെയ്ഡ് പ്ലേസിൽ നിങ്ങൾക്കിത് പ്ലേസ് ചെയ്താൽ മതിയാകും. അഗ്ലോണിമ സ്നോ വൈറ്റ്, ഇതിനെ ചൈനീസ് എവർഗ്രീൻ എന്ന് വിളിക്കലുണ്ട്. പല വീടുകളിലും ഞാൻ ഈ ചെടി കണ്ടിട്ടുണ്ട്. കുറച്ച് സ്ലോ ഗ്രോവിങ് ആണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. അത്യാവശ്യം സൺലൈറ്റ്, ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾക്കിത് വെച്ചാൽ മതി. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നതൊക്കെ. ഓരോ പ്ലാന്റിൻ്റെയും ആമസോണിലെ റേറ്റ് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാന്റ്സിൻ്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. വെരിഗേറ്റഡ് ബേബി റബ്ബർ പ്ലാന്റ്, നല്ല കട്ടിയുള്ള ഇലകളും തണ്ടുമാണ് ഇതിനുള്ളത്. മറ്റ് ചെടികളെ പോലെ തന്നെ ലോ മെയിൻ്റനൻസ് ആണ്. പല സ്ഥലത്തും ഓർണമെൻ്റലായിട്ടും ഈ പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ ആയിട്ട് വളരുന്ന ബുഷി ടൈപ്പ് പ്ലാന്റ് ആണിത്. പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളത് ഈ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതേ പ്ലാന്റിൻ്റെ വേറൊരു കളർ വേരിയൻറ്റും നമ്മുടെ കയ്യിലുണ്ട്. അതും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ വേറൊരു കളർ വെറൈറ്റി. ഇൻഡോറായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ പോലെ തന്നെ നല്ല കട്ടിയുള്ള ലീഫും സ്റ്റെമ്മും ആണ് ഇതിനുള്ളത്. പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഈ പ്ലാന്റ്. ലെമൺ ബട്ടൺ ഫേൺ എന്നാണ് ഈ പ്ലാന്റ് വെറൈറ്റിയുടെ പേര്. ഹൗസ് പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ബുഷിയായിട്ട് വളരുന്ന നല്ലൊരു പ്ലാന്റാണിത്. റൗണ്ട് ബട്ടൺ ഷേപ്പിലാണ് ഇതിൻ്റെ ലീവ്സ് കാണുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വരാൻ കാരണം. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഇതിനും വേണ്ടുള്ളൂ. ഹൈ ടെമ്പറേച്ചറിലും ഇതിന് ത്രൈവ് ചെയ്യാൻ പറ്റുന്നതിൽ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയാണ്. ആമസോണിൽ 100ഉം 200ഉം വില വരുന്ന ഈ പ്ലാന്റ്സിനെല്ലാം നമ്മുടെ കൊടുക്കുന്ന റേറ്റ് 100ൽ താഴെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വെരിഗേറ്റഡ് ആരോ റൂട്ട് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് വെറൈറ്റി. ഇതും ഞാൻ കുറേ വീടുകളിൽ കണ്ടിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. പെട്ടെന്ന് വളരുന്ന ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത്. അതിലെ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രമേ അതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഉള്ള പ്ലാന്റ് സൈസിനേക്കാളും ഡബിൾ ഇതിൻ്റെ സൈസ് ആയാലും മാത്രമേ ഇതിന് റീപോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിൽ കാണിച്ചിരിക്കുന്ന 5 പ്ലാന്റും ലോ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 6 ഹോം പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ ഷെറിൻസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു പ്ലാന്റ് സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് എത്രയേ ഉള്ളൂ. താങ്ക് യു.